ടെൻഷൻ അടിക്കില്ലേ അരുൺ? ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഞാൻ കൊണ്ടുവിടാം. ഏയ്, ഞാൻ പൊയ്ക്കോളാം. അപകടകാരിയായ ഒരു ട്യൂമറാണത്. എത്രയും വേഗം സർജറി നടത്തി നമുക്കത് നീക്കം ചെയ്യണം. വളരെ കുഴപ്പം പിടിച്ച സ്ഥലത്ത് ട്യൂമർ വളരുന്നത്, ഗർഭസ്ഥ ശിശുവിനോട് ചേർന്ന്. കുഞ്ഞിന് പരിക്കേൽക്കാതെ ട്യൂമർ നീക്കം ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ട്യൂമറിനൊപ്പം കുഞ്ഞിനെ നീക്കം ചെയ്യേണ്ടി വരും. ചാരുലതയെ ഇക്കാര്യം സാവധാനത്തിൽ അറിയിക്കണം. പക്ഷേ അവളെ ഭയപ്പെടുത്തരുത്. പതുക്കെ സമയമെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണം. ഈ നിലാവത്ത് ഇങ്ങനെ വന്നു നിന്ന് ഓരോരോ സ്വപ്നങ്ങൾ കാണാനാ. എന്ത് സ്വപ്നം? എന്തെല്ലാം. നമുക്കിടയിലേക്ക് നമ്മുടെ കുഞ്ഞു വരുന്നത്, അതിന്റെ വളർച്ചയിലെ ഓരോ ഘട്ടങ്ങൾ, കയ്യും കാലും ഇളക്കി ചിരിക്കുന്നത്, ചെറുതായി തുമ്മുന്നത്. എന്ത് രസാന്നറിയോ കൊച്ചു കുഞ്ഞുങ്ങൾ തുമ്മുന്ന കാണാൻ. ആണോ? എങ്ങനെ അറിയാം? അറിയാം. പിന്നെ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും. കരയട്ടെ. ആ കരച്ചിൽ നമ്മുടെ കിളിക്കൂടിന്റെ മുഴുവൻ ചുവരുകളിലും തട്ടി പ്രതിഫലിക്കണം. ചാരു, നോക്കി, മോളൂട്ടിക്ക് ഇത് നല്ല ഭംഗിയുണ്ടാവും.
കൊള്ളാം. നീ തരക്കേടില്ല സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ. ഇതിനു വേണ്ടി തന്നെ പഠിച്ചതാ. എന്റെ കുഞ്ഞെ, ഞാൻ എന്റെ സ്വന്തം കൈകൊണ്ട് തുന്നുന്ന ഉടുപ്പിട്ട് നടന്നാ മതി. അതിനുവേണ്ടി ബുക്ക് നോക്കി പഠിച്ചതാ. ആഹാ, സമ്മതിച്ചു. ചാരു, എവിടെയാ? ക്ലാസ്സില്? അല്ല, വീട്ടില. വീട്ടിലോ? എന്തു പറ്റി? നേരത്തെ പോന്നോ? കോളേജിൽ സ്ട്രൈക്ക്. പോലീസ് ലാത്തി ചാർജ് ഉണ്ടായി. 2-3 കുട്ടികൾക്ക് പരിക്ക്. അവരെ ഹോസ്പിറ്റലാക്കി. അയ്യോ, കഷ്ടായല്ലോ. അരുവേട്ടാ, ഡോക്ടർ സുപർണ വിളിച്ചിരുന്നു. ഇന്ന് അവരെ ചെന്നൊന്ന് കാണാൻ. എന്തിന്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ. അയ്യോ, ചെക്കപ്പിനൊന്നും അല്ല. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചില സ്പെഷ്യൽ ടിപ്സ് പറഞ്ഞു തരാമെന്ന്. അരുവേട്ടൻ വരണ്ട. ഓഫീസ് ടൈം കഴിയുമ്പോ ഞാൻ ചെന്ന് കണ്ടോളാം. അത് കഴിയുമ്പോ എന്നെ വിളിക്കാൻ വരുമോ? ഞാൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം. വരാം. നീ വിളിക്ക. അല്ല, അരുവേട്ടന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? സുഖമില്ലേ? അത് തലവേദന ഉണ്ട് ചാരു. എങ്കി വരണ്ട, റെസ്റ്റ് എടുത്തോളൂ. ശരി. ചേച്ചി, സുമേച്ചി. ആരിത്? അമ്മോ. ചേച്ചി ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. അപ്പോഴേക്കെന്താ? അതാണ് സുമിയേച്ചി. ആട്ടെ, എന്തിനാ എന്നെ കാണണമെന്ന് വിചാരിച്ചത്? അതോ, എന്റെ അനിയത്തി ചഞ്ചലിന് വേണ്ടിയാ. അവൾക്ക് എപ്പോഴും ഒരു ക്ഷീണം. പഠിക്കാനിരുന്ന അപ്പൊ ഉറക്കം തൂങ്ങും പെണ്ണ്. എന്താ ചേച്ചി അതിനൊരു വഴി? നമുക്ക് ശരിപ്പെടുത്തി കളയാം. ചഞ്ചലിനെ കൂട്ടി ഒരു ദിവസം വാ. ഞാൻ അവളെ കണ്ടിട്ടുമില്ലല്ലോ. വീട്ടിലോ അതോ ഹോസ്പിറ്റലിലോ? വീട്ടിൽ മതി. അത് പറഞ്ഞപ്പോഴാ ഇന്ന് നിങ്ങളുടെ കെമിസ്ട്രി സാറ് വീട്ടിൽ വന്നിരുന്നു. അരുൺ സാറോ? അരുൺ സാറ്. അമ്മു, ജസ്റ്റ് എ മിനിറ്റ്. ഹലോ, ഞാൻ ഓൺ ദ വേയാ. ഒരു 10 minutes. ഓക്കെ. അമ്മു, ഹോസ്പിറ്റലിൽ നിന്നാക്കോൾ. നമുക്ക് പിന്നെ കണ്ടാലോ? ഓക്കെ ചേച്ചി. ഓക്കെ, ശരി. എന്തിനായിരിക്കും അരുൺ സാർ സുമിയേച്ചിയുടെ വീട്ടിൽ പോയത്? ആർക്കറിയാം. എത്രയാ? 80. തലവേദന കുറഞ്ഞു വരുവേട്ടാ. എന്നിട്ട് എന്താ ഡ്രസ്സൊന്നും മാറാത്തെ? ഡോക്ടർ ചോദിച്ചു എന്നെ വിളിക്കാൻ അരുവേട്ടൻ വരില്ലേന്ന്. ഞാൻ പറഞ്ഞു സുഖമില്ലാന്ന്. ഓട്ടോ കയറിയത്? ഗട്ടറൊന്നും ഇല്ലാത്ത നല്ല റോഡല്ലേ, പതുക്കെ ഇങ്ങി പോന്നു. സുപർണ ഡോക്ടർ ഡ്രൈവറോട് പ്രത്യേകം പറഞ്ഞു അധികം സ്പീഡ് എടുക്കരുത്, പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടരുതെന്നൊക്കെ.
എന്തൊരു സ്നേഹ ആ ഡോക്ടർക്ക് നമ്മളോട്. സന്തോഷായി എനിക്ക്. നമ്മുടെ കുഞ്ഞിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ പരിചയക്കാര് പോലും ശ്രദ്ധിക്കുന്നു. നല്ല കാര്യമാ. അരുട്ടാ, ദേ എന്താ ഇത്? വായിച്ചു നോക്ക്. കുഞ്ഞുങ്ങൾക്കിടാൻ പറ്റിയ കുറെ പേരുകളാ. ഇന്ന് ഓഫീസിൽ തിരക്ക് കുറഞ്ഞ നേരത്ത് ഞാൻ ഓർമ്മിച്ചെഴുതിയതാ. ഇത് ആൺകുട്ടികളുടെ പേര്, ഇത് പെൺകുട്ടികളുടേത്. അരുവട്ട് സെലക്ട് ചെയ്യാം. മുമ്പൊരിക്കൽ അരുവട്ടം പറഞ്ഞൊരു പേരില്ലേ, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഇടാൻ? എന്താ ഒരു ആകാശമിഠായി. എന്തൊരു നല്ല പേരാ ആകാശമിഠായി എന്നുള്ളത്. അതിനെ സ്കൂളിൽ ചേർക്കുമ്പോഴേ ക്ലാസ്സിൽ വെച്ച് ആകാശമിഠായി വന്നിട്ടുണ്ടോ, പ്രസൻസ്, ആകാശമിഠായി ഒന്നും പഠിക്കുന്നില്ല, ആകാശമിഠായി മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നു, നാളെ ആകാശമിഠായിയുടെ അച്ഛനെയും അമ്മയും വിളിച്ചോണ്ട് വരണം. അപ്പൊ നമ്മള് അടുത്ത ദിവസം ആകാശമിഠായിയുടെ കൈയും പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ. ചാരു, സന്തോഷമുണ്ടാ? ആരുവേട്ടനെ കണ്ണു നിറഞ്ഞല്ലേ? സന്തോഷമുണ്ടാ. ആകാശമിഠായിയുടെ കാര്യം ഓർത്ത്. ഞാനേ ഡ്രസ് മാറട്ടെ. ചായ വേണ്ട അരുവേട്ടന്? ആ, നോക്കി നിക്കാതെ ഇതൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വാ. എന്തു പറ്റി അരുവേട്ടാ? ഏയ് ഒന്നുമില്ല. കോളേജിലെ പ്രശ്നം? ആ അതെ. പിള്ളേരല്ലേ, അതൊന്നും കാര്യാക്കണ്ട. ചാരുലതയെ ഇക്കാര്യം സാവധാനത്തിൽ അറിയിക്കണം. പക്ഷേ അവളെ ഭയപ്പെടുത്തരുത്. പതുക്കെ സമയമെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കണം. അർജുൻ എന്താ ഇവിടെ? ഒരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതാ. ശ്വേത എന്താ ഇവിടെ? ഞാനൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. പിന്നെ ഞാനിപ്പോ അർജുന്റെ കാര്യം ഓർത്തതേ ഉള്ളൂ. അതെന്താ? ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഫോൺ വഴി പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിന്റെ കാര്യം? അതെ അതെ, അവന്റെയും പേര് അർജുനെന്ന മറ്റല്ലേ? അതെ. സൂക്ഷിക്കണം കേട്ടോ, മൊബൈൽ വഴി തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്ന കാലമാ. എന്താ അവന്റെ ഉദ്ദേശമെന്ന് ദൈവത്തിനറിയാം. ഞാനത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല. പിന്നെ അർജുൻ, എന്റെ കാര്യത്തിൽ നിനക്ക് അത്ര കെയർ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ചതാ. അവൻ ആരാണെന്നും അവന്റെ ഉദ്ദേശം എന്താണെന്നും ഞാൻ അവന്റെ നമ്പർ മെസ്സേജ് ചെയ്ത് തരാം. നോക്കാം. അർജുനെ. ആ ഹായ് ദീപക്. ഞാൻ പോട്ടെ ശ്വേത. ശരി, പോയിക്കോ. അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ഇല്ല, ശരി, ഓക്കെ. ഓക്കെ, ബൈ. എന്നിട്ട് മറക്കണ്ടെന്ന്. ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അവള് നിന്നോട് ഇത്ര അടുത്തുന്നാ. ദേ മോനെ സൂക്ഷിച്ചോട്ടാ. ഒരിക്കൽ ചോര തന്ന് സഹായിച്ചോളേ, നിന്റെ ചോര വലിച്ച് വലിച്ചു കുടിക്കൂട്ടാ. നീ വണ്ടി എടുക്കും മോനെ കാണാരാ.
ഇതെവിടെ പോയി? അരുവേട്ടാ, 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 ഇതെന്താ പറ്റിയേ? ഏയ് എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ശേ ഒന്നുമില്ല. എപ്പോഴോ ഉണർന്നു, പിന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. നീ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഇവിടെ വന്നിരുന്നു. അതൊന്നുമല്ല, അരുവേട്ടന്റെ മനസ്സ് നോർമൽ അല്ല. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്ത് പറ്റിയെന്ന് തുറന്നു പറ. എന്ത് പറ്റാൻ? നിനക്ക് തോന്നുന്നതാ. പിന്നെ അരുവേട്ടന്റെ മുഖഭാവം ചെറുതായിട്ടൊന്ന് മാറിയാ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് കളവൊന്നും പറയണ്ട. എന്താ പ്രശ്നം? എന്താ വെച്ചാ പറയൂ. ഇനി അമ്മു എന്തെങ്കിലും? ഏയ് അവളെ കാണാറ് കൂടിയില്ല. എന്റെ മനസ്സിലൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയുമല്ലോ. എങ്കി വാ, വന്ന് കിടക്ക്. ഉറക്കം വരണ്ടേ? കണ്ണടച്ച് കിടന്നാ മതി, ഉറക്കം താനെ വന്നോളൂ. പിന്നെ വേണമെങ്കിൽ നമ്മുടെ താരാട്ടുപാട്ട് ഞാൻ പാടിത്തരാം. ചാരു, നമുക്ക് നാളെ അമ്പലത്തിലൊന്ന് പോയാലോ? എന്റെ ഗുരുവായൂരപ്പ, അമ്പലത്തിലേക്കോ? എന്റെ അരുവേട്ടൻ തന്നെയാണോ ഇത്? എന്താ ഇപ്പൊ ഇങ്ങനെ? ഒന്നുമില്ല, നിനക്കിഷ്ടമുള്ള കാര്യമല്ലേ. പിന്നെ ആ ജ്യോത്സ്യം പറഞ്ഞ വഴിപാടുകൾ നടത്താം. അരുവേട്ടൻ ഇത് എന്താ പറ്റി? വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ് നടന്ന ആളാ. അമ്പലത്തിൽ പോകുന്നതിന് എന്നെ കളിയാക്കി നടന്ന ആള്. എന്നിട്ടിപ്പോ പെട്ടെന്നെന്താ ഇങ്ങനൊരു വിശ്വാസം? പെട്ടെന്ന് അങ്ങനെ തോന്നി. ഒരു പിടിവള്ളിയല്ലേ അത്? നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ? ആരോ എവിടുന്നോ നിന്ന് ചരട് വലിക്കുന്നതിനനുസരിച്ച് ചലിക്കുന്ന പാവകൾ. എന്തായാലും അങ്ങനൊരു ചിന്തയുണ്ടായല്ലോ. അന്ന് എന്റെ കൂടെ അമ്പലത്തിൽ വന്നപ്പോ അമ്പലത്തിനകത്ത് കയറാതിരുന്നപ്പോഴുള്ള എന്റെ വിഷമം കണ്ട് കണ്ണൻ തോന്നിപ്പിച്ചതാ. നമുക്ക് പോവാട്ടോ. അരുവേട്ടന്റെ കൂടെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴാനുള്ള ഭാഗ്യം ഈ ജന്മത്തുണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. ഒക്കെ ദൈവാനുഗ്രഹം. നമുക്ക് പോവാം. അരുവേട്ട ഇപ്പം വന്ന് കിടന്നേ. ആ പിന്നെ അരുവേട്ട, നമുക്കുണ്ടാവുന്നത് ആൺകുഞ്ഞാണെങ്കില് അവനെ ഗുരുവായൂര് കൊണ്ടുപോയി ചോറൂണ് നടത്തണം. കണ്ണനെന്ന് വിളിക്കണം. പെൺകുഞ്ഞാണെങ്കില് ചോറ്റാനിക്കര പോയാ മതി. അവളുടെ പേര് കാർത്തിക എന്നിടണം. എന്തേ? ശരി. അരുവേട്ടൻ വാ. അങ്ങനെ ചാരുലത ചേച്ചിയായിട്ടുള്ള ആദ്യത്തെ മഹത്തായ ഷോപ്പിംഗ് കഴിഞ്ഞു. അതെ. ആ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഇന്നലെ ലാത്തി ചാർജ് ഉണ്ടായപ്പോ അമ്മ എവിടെയായിരുന്നു? പരുക്കൊന്നും കാണുന്നില്ലല്ലോ. ലാത്തി ചാർജോ? അതെ, നിങ്ങളുടെ കോളേജിൽ ഇന്നലെ സ്ട്രൈക്ക് ആയിരുന്നല്ലോ. അപ്പോ ലാത്തി ചാർജ് ഉണ്ടായില്ലേ? ചേച്ചി വല്ല സ്വപ്നം കണ്ടോ? ഞങ്ങളുടെ കോളേജിൽ സ്ട്രൈക്കും ഉണ്ടായില്ല, ലാത്തി ചാർജും ഉണ്ടായില്ല, ഒരു മണ്ണാങ്കട്ടി ഉണ്ടായില്ല. അപ്പൊ 2-3 സ്റ്റുഡൻസിന്റെ തലപൊട്ടി ചോര വന്നത്? അപ്പൊ അവര് പോയി കിണറ്റി ചാടി. ചേച്ചിയോട് ആരാ ഈ മഹാഭാവം പറഞ്ഞെന്ന്? അല്ല, ഒന്നുമില്ല. എന്നാലും പറയ, ആരാ ഇത് പറഞ്ഞ്? അരുൺ സാറാണോ? അല്ല, ക്യാമ്പസിലൊരു സ്ട്രൈക്കിനുള്ള സാധ്യത മണക്കുന്നു അരുവേട്ടൻ പറഞ്ഞപ്പോ. ഇപ്പോഴത്തെ പ്രിൻസിപ്പളെ ആള് പുലിയാ. അനാവശ്യമായിട്ടുള്ള ഒരു സ്ട്രൈക്കും ഞങ്ങളുടെ ക്യാമ്പസിൽ നടക്കില്ല. അതിരിക്കട്ടെ, ഇന്നലെ എന്തിനാ അരുൺ സാറ് ഡോക്ടർ സൂപ്പറിനെ കാണാൻ പോയത്? ഇന്നലെയോ? ഏയ്,
ഇന്നലെ അരുവേട്ടൻ അവിടെ പോയില്ലല്ലോ. ഹ, ഞാൻ ഇന്നലെ ഡോക്ടറെ കണ്ടപ്പോ ആ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞു അരുൺ സാർ ഇന്നലെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു. ആ എങ്കിൽ ചിലപ്പോ പോയിട്ടുണ്ടാവും. ഞാൻ മറന്നുപോയതാ. ചില വൈറ്റമിൻ ടാബ്ലറ്റ്സ് കുറിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അത് വാങ്ങാൻ പോയിട്ടുണ്ടാവും. എന്നിട്ട് ആ ടാബ്ലറ്റ്സ് അരുൺ സാർ ചേച്ചിക്ക് കൊണ്ട് തന്നോ? തന്നായിരുന്നു. ഞാൻ പെട്ടെന്നങ്ങ് മറന്നുപോയതാ. നേരം ഒരുപാടായി, നമുക്ക് പോണ്ടേ അമ്മ? അമ്മു, കേറിക്കോ. അരുവേട്ട, അരുവേട്ടൻ ഇന്നലെ ഡോക്ടർ സൂപ്പറിനെ കണ്ടിരുന്നോ? ഇല്ല. എന്താ ചാരു? വെറുതെ ചോദിച്ചതാ. ഇന്നലെ ഉച്ചയ്ക്ക് അരുവേട്ടൻ അതുവഴി പോകുന്നത് കണ്ടൂന്ന് എന്റെ ഓഫീസിലെ ഒരു സ്റ്റാഫ് പറഞ്ഞു.